ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് പാൻ കേക്ക്. നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കുന്ന പാൻ കേക്ക് മിക്സ് കൊണ്ടാണ്, അതായത് ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഞാൻ വാങ്ങിയ പാൻ കേക്ക് മിക്സ്. ഇത് 100% ഹോൾ ഗ്രെയിൻ പാൻ കേക്ക് മിക്സാണ്, ഹൈ പ്രോട്ടീൻ. ഇത് ഓർഗാനിക്കാണ്. അപ്പോൾ ഈ പാൻ കേക്ക് മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഇത് ബ്ലൂബെറിയും കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള പാൻ കേക്ക് മിക്സാണ്. അപ്പോൾ നമുക്കിനി ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഇനിയും നമുക്ക് പാൻ കേക്കിൻ്റെ മിക്സ് ഉണ്ടാക്കാം. അതിനായി നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന റെഡിമെയ്ഡ് പാക്കറ്റ്, പാൻ കേക്കിൻ്റെ റെഡിമെയ്ഡ് പാക്കറ്റ് പൊട്ടിച്ച് 1 കപ്പ് പൗഡർ ഞാൻ എടുത്തു. ആ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാലൊഴിച്ച് ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളവും ഒഴിക്കാവുന്നതാണ്. ഈ 1 കപ്പ് പാലൊഴിച്ചിട്ട് നമുക്ക് പാൻ കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമുക്ക് വെള്ളം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളവും ഉപയോഗിക്കാവുന്നതാണ്. ഈ പാൻ കേക്ക് മിക്സിൽ ഓൾറെഡി ഡ്രൈ ബ്ലൂബെറി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിനാണ് നമുക്ക് ഈ പാൻ കേക്ക് മിക്സ് റെഡിയാക്കി എടുക്കേണ്ടത്. ഞാനൊരു 1/4 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്തു. ഇതിന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പാൻ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പഴം ചെറുതായി കണ്ടിച്ചത് ഇട്ട് കൊടുക്കാം. പഴം ഇടുന്നത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ പാൻ കേക്ക് മിക്സ് റെഡിയായി. ഇനി ഒരു പാനിൽ നമുക്ക് ഈ പാൻ കേക്ക് ചുട്ടെടുക്കാം. ഈ പാനിലോട്ട് ഇനിയും കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. ഇനി പാൻ കേക്കിൻ്റെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ദോശ ചുടുന്ന പോലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തു, ഇനി മറിച്ചിടാം. കണ്ടോ, ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ പാൻ കേക്ക് റെഡിയായി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ പാൻ കേക്ക് ഈ പാത്രത്തിൽ വച്ച് ഗാർണിഷ് ചെയ്ത് കഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറി മുറിച്ച് വയ്ക്കാം. ഇനി ഈ സ്ട്രോബെറിയുടെ മുകളിലോട്ട് കുറച്ച് വിപ്പ് ക്രീം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഫ്യൂ ഡ്രോപ്സ് ഓർഗാനിക് മേപ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ ക്രീമിൻ്റെ മുകളിൽ കുറച്ച് സ്ട്രോബെറി പീസ് വെച്ചും നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കുട്ടികളുടെ ഒരു ഫേവറേറ്റ് സ്നാക്കാണ്. സ്കൂളിൽ പോകുമ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴും അവർക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമാണിത്. അതുപോലെ തന്നെ നമുക്ക് പേരൻസ് ആയാലും നമുക്ക് ഭയങ്കര തിരക്കുള്ള ദിവസം ഈ പാൻ കേക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് തരണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.